അതുപോലെ മറ്റൊന്ന് കോടതി പറഞ്ഞിരുന്നത് ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടായിരിക്കണം നടക്കേണ്ടത്. ഒരു പ്ലാസ്റ്റിക് കുപ്പിയും അവിടെ ആർക്കും വെള്ളം കൊടുക്കാനോ മറ്റു കാര്യത്തിനോ ഒന്നും ഉപയോഗിച്ചില്ലെന്ന് മാത്രമല്ല, അതിനെല്ലാം പ്രത്യേകമായ സംവിധാനം ഒരുക്കി ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചിരുന്നു എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് കോടതി പറഞ്ഞിരുന്നത് ഈ കാര്യത്തിൽ ഖജനാവിൽ നിന്ന് കൂടുതൽ പൈസ മുടക്കാതെയോ എങ്ങനെയാണോ നിങ്ങൾ നടത്തുന്നത് സംബന്ധിച്ച കണക്ക് 45 ദിവസത്തിനും പ്രസിദ്ധീകരിക്കണമെന്നാണ്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അക്ഷരം പ്രതിപാദിക്കുന്ന രൂപത്തിൽ അവരതിൻ്റെ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശിച്ച എല്ലാ നിബന്ധനകൾക്കും വിധേയമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ വിഷയത്തിൽ ഹൈക്കോടതിയുടെ വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അതും കൃത്യമാണ്. ആ കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ മിനിസ്റ്റർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, എനിക്ക് പ്രേക്ഷകരുടെയും അതുപോലെ രാജീവ് അബ്രഹാം ഇവിടെ ഉണ്ട്, എനിക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കർണാടകത്തിൽ നിന്ന് വരാനിരുന്ന മന്ത്രിമാരെ തടഞ്ഞ ചില ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടായിരുന്നു എന്ന് മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഞാനത് മിനിസ്റ്ററെ അതിലേക്ക് കൂടുതൽ വലിച്ചിഴക്കുന്നില്ല, എനിക്ക് പെട്ടെന്ന് മിനിസ്റ്റർക്ക് പോകാൻ തിരക്കുണ്ടെന്നറിയാം. 1-2 കാര്യങ്ങൾ കൂടി മാത്രം. ഒരു കാലത്തും കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണ് ഇന്നിപ്പോൾ അയ്യപ്പ സംഗമത്തിൽ അവിടെ സ്റ്റേജിലൊക്കെ കണ്ടത്. ഒരേ സമയം SNDP, NSS, KPMS നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പല സംഘടനകളെയും അതുപോലെ സ്ഥാപനങ്ങളെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ ആളുകൾ ഉണ്ടായിരുന്നു, നേതാക്കന്മാരുണ്ടായിരുന്നു. ഇതൊക്കെ ഈ പൊതുസമൂഹത്തിൻ്റെ കൂടി ആ സഹകരണം തെളിയിക്കുന്നതാണ്. അതെങ്ങനെ കാണുന്നു മിനിസ്റ്റർ? നിശ്ചയമായും കേരളത്തിലെ 28ഓളം സംഘടനകളാണ് അതിൽ സഹകരിച്ച് കത്ത് തന്നിരുന്നതും പരസ്യപ്പെടുത്തുന്നതും. അവരെല്ലാം വേദിയിലും സദസ്സിലുമായിട്ടുണ്ടായിരുന്നു. ആ സംഘടനകളെല്ലാം പേര് കൃത്യമായി സ്വാഗത പ്രസംഗത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവിടെ വായിച്ചു, അവർക്ക് സ്വാഗതം പറഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ആർക്കും സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. മറ്റൊരു കാര്യം കൂടി എടുത്തു പറഞ്ഞാൽ, ഈ കാര്യത്തിലെല്ലാം കൃത്യമായി നമ്മൾ നിശ്ചയിച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഭംഗിയായി വിജയകരമായി നടന്നിരുന്നു. ആരും ഒരാക്ഷേപം പറയാതെ, ഒരു പരാതി പറയാതെ ഇത്രയേറെ വിജയകരമായി സംഘടിപ്പിച്ചതിന് എല്ലാവരും ഞങ്ങളെ അഭിനന്ദിച്ചിട്ടാണ് പോയത്. അവസാനം പിരിയുന്നവരെല്ലാം അത് ശ്രീലങ്കയിൽ നിന്ന് വന്നവർ, സിംഗപ്പൂരിൽ നിന്ന് വന്നവർ, അതുപോലെ അവരങ്ങോട്ടും ക്ഷണിച്ചിട്ടാണ് പോയത്. അതുപോലെ ശ്രീലങ്കക്കാരാണെങ്കിൽ ഇപ്പോൾ ശബരിമലയെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായി അവർ പ്രഖ്യാപിച്ചു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയുമുണ്ട്. ഇപ്പോൾ ഇന്ന് സായാഹ്നത്തിൽ നമുക്ക് കിട്ടിയ ഒരു വാർത്തയനുസരിച്ചാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെ ഒരു സന്ദർശനം ഒക്ടോബറിൽ വന്നാൽ കുഴപ്പമുണ്ടോ എന്ന് നമ്മുടെ അഭിപ്രായം ആരാഞ്ഞിരുന്നു. ഒരു കുഴപ്പമില്ല, എല്ലാ സൗകര്യങ്ങളും പശ്ചാത്തല സൗകര്യം ഒരുക്കുമെന്ന് നമ്മൾ തിരിച്ചറിയിച്ചിട്ടുണ്ട്. ഒക്ടോബറിൽ സന്ദർശിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.